ഡാർട്ടിൽ ഡോർ. നമ്മൾ വിൻഡോസിലും ഒരുപാട് വാൾപേപ്പറിലൊക്കെ കണ്ടിട്ടുള്ള ഒരു ചിത്രം, അത് കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇന്നിവിടെ വന്നിരിക്കുകയാണ്. ഒരുപാട് നാളത്തെ ആഗ്രഹമാണ്. ആ പിക്ചർ കാണുമ്പോഴൊക്കെ ആലോചിച്ചിട്ടുണ്ട് ഇവിടെ ഒന്ന് വരാൻ പറ്റിയിരുന്നെങ്കിൽ. ഇന്ന് ഞങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ചാനലിലെ വീഡിയോസ് എന്ന് പറയുന്നത് ഡാർട്ടിൽ ഡോറിൻ്റെ വീഡിയോസാണ്. വെൽക്കം ടു അവർ ചാനൽ, അവർ ഡ്രീംസ് ആൻഡ് ഡയറീസ്. നമ്മൾ ഒരു സർവീസസിൽ നിർത്തിയിരിക്കുകയാണ്. നമ്മൾക്കൊന്ന് ഒരു ചെറിയ റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ടും എന്തെങ്കിലും ചെറുതായിട്ട് കഴിക്കാനും വേണ്ടിയിട്ട്, ലൈറ്റായിട്ട് കഴിക്കാനും വേണ്ടിയിട്ട് ഒരു സർവീസസിൽ നിർത്തിയിരിക്കുകയാണ്. സർവീസസിൽ നിറയെ തിരക്കാട്ടോ, നല്ല തിരക്കാണ്. സാറ്റർഡേ ആയതുകൊണ്ട് എല്ലാവരും കുട്ടികളും പട്ടികളൊക്കെ ആയിട്ട് നിറച്ചും ആൾക്കാരുണ്ട്. കാർ പാർക്കിംഗ് ഒക്കെ ഫുള്ളാണ്. ഭയങ്കര ലൈവായിട്ടുള്ള ഒരു സർവീസസിന് പുറത്ത് മാത്രമല്ല അകത്തും നല്ല തിരക്കാണ്. എല്ലാ കടകളും നല്ല റഷായിട്ടുണ്ട്. നമ്മൾ യാത്ര തിരിച്ചിട്ട് ഏകദേശം ഇപ്പോൾ ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ഫസ്റ്റ് സർവീസസിൽ നിർത്തിയത്. എല്ലാ സർവീസസും റോഡൊക്കെ നല്ല തിരക്കാണ്. റോഡിലൊക്കെ ആണെങ്കിൽ നിറയെ ക്യാമ്പർവാനും ക്യാരവനൊക്കെ ആയിട്ട് ആളുകൾ ഭയങ്കരമായിട്ട് സമ്മർ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് ഇപ്പോൾ. നമ്മൾ പോകുന്ന വഴിയൊക്കെ നല്ല ബിസിയായിരുന്നു റൂട്ടൊക്കെ. കാരണം എല്ലാ ആൾക്കാരും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ടൂറിൻ്റെ ഒരു മൂഡിലാണ്, അല്ലെങ്കിൽ വെക്കേഷൻ ഹോളിഡേ ഒക്കെ നന്നായിട്ട് ആഘോഷിക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് റോഡിൽ ഫുള്ള് ക്യാരവൻസ് ആയിരുന്നു. അഞ്ജന വിപിനും, അഞ്ജന അട്ടയർ മൊത്തത്തിൽ മാറിയിട്ടുണ്ട്. ഹെയർ സ്റ്റൈലൊക്കെ മാറ്റി ഓള് സ്റ്റൈലായിട്ടുണ്ട്. ഓള് സ്റ്റൈലൊന്നുമല്ല, അവള് അടിപൊളിയായിട്ടുണ്ട്. ഇതാണ് പൊണ്ടാട്ടിയുടെ കോസ്റ്റ്യൂം. ബീച്ച് പോണതിൻ്റെ കോസ്റ്റ്യൂമാണിത്, പ്യുവർ വൈറ്റ്. അഞ്ജനയും വിപിനും കോസ്റ്റ കോഫിയിലേക്ക് പോയി. അവർക്കിടെ കാര്യത്തിൽ തീരുമാനമായി. അവരത് ഓർഡർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ തീരുമാനമാവാതെ നിൽക്കുവാണ്. ഇതാണ് ഡോണയുടെ കോസ്റ്റ്യൂം. നീ ഫുഡ് തീരുമാനമാക്കിയോ? നിനക്ക് എന്തെങ്കിലും ഫുഡ് വേണോ? അതെ, ഇവിടെ എല്ലാം കുറച്ച് വെച്ചിട്ടേ തരത്തുള്ളൂ. ഒരുപാടൊന്നും കിട്ടുമെന്ന് വിചാരിക്കണ്ട. അവർ കോസ്റ്റ ഓർഡർ ചെയ്യുന്നുണ്ട്. നമുക്ക് എന്താ മേടിക്കണ്ടേ? കോസ്റ്റ മതിയോ? പാന്ന കോസ്റ്റയില് ബർഗർ ഉണ്ടോ? നമുക്ക് കോസ്റ്റ, എനിക്ക് ബർഗർ വേണം. എനിക്ക് കോസ്റ്റ എന്നെ അല്ലാതെ ആകർഷിക്കാത്തതുകൊണ്ട് എന്നെ വിളിച്ചോണ്ട് ഇവള് മാക്കിലേക്ക് പോവാണ്. ഇത് ദുശീലങ്ങളുള്ള ഹസ്ബൻഡ് ഉണ്ടായി എന്നൊക്കെ പ്രശ്നങ്ങളല്ലേ. നീ എന്താ മേടിച്ചേ? ഞങ്ങൾ മാക്കിന്ന് 2 ബർഗറും ഇത് ഏതായിരുന്നു, ഹോട്ട് ചോക്ലേറ്റ് ആയിരുന്നോ? ലാറ്റെ മേടിച്ചു. ബാക്കി എല്ലാവരും ഓരോ സാധനങ്ങൾ മേടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞങ്ങൾ ഒരു 5 പേർക്ക് ഇരിക്കാൻ പറ്റുന്നൊരു സീറ്റ് കിട്ടിയിട്ട് അവിടെ വന്നിരിക്കുകയാണ്. കാരണം ഇവിടെ ഇത് കോമൺ ആയിട്ടുള്ളൊരു സീറ്റിംഗ് ആണ്. ഇതിലെല്ലാവരും വന്നിരിക്കും. ഞങ്ങൾ നേരത്തെ വന്നിട്ട് ഇരുന്നതാണ്. അപ്പോൾ കുറച്ച് നേരം ഇരുന്ന് റിലാക്സ് ചെയ്ത് ഞങ്ങൾ ബർഗർ കഴിക്കട്ടെ. ഡോണയ്ക്ക് മേടിച്ച കോസ്റ്റ കോഫി, പിന്നെ അതെന്തായിരുന്നു, ചീസ് ആൻഡ് ഫ്ലാറ്റ് ബ്രെഡും മേടിച്ച് ഞങ്ങളോട് ജോയിൻ ചെയ്തു. അഞ്ജനയും വിപിനും ഇതുവരെ എത്തിയിട്ടില്ല. ഇപ്പോഴും അവർ ഓർഡർ ചെയ്ത് തന്നിട്ടില്ല. ഞങ്ങളൊക്കെ ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ലോഡ് സാധനങ്ങൾ മേടിച്ചുകൊണ്ട് അഞ്ജനയും വിപിനും വന്നു. എന്നാ സാധനം അഞ്ജന മേടിച്ചിരിക്കുന്നത്? എടാ, നീ ഒന്നും മേടിച്ചില്ലേ? കണ്ടോ, അവന്റെ കൈ ഉണ്ടോ, അവന്റെ മസിലുണ്ടോ? അവൻ ഹെൽത്തി മാത്രമേ നോക്കുള്ളൂ. ഹെൽത്തി മാത്രം കഴിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇവരും കൂടി കഴിച്ച് തീർന്നിട്ട് നമ്മൾ ഇവിടെ നിന്നുള്ള യാത്ര തുടരും.
ഓൾറെഡി ഞങ്ങൾ ലേറ്റായി, ഇറങ്ങിയപ്പോൾ ഒരു അരമണിക്കൂർ ലേറ്റായി. പിന്നെ ഇപ്പോൾ ഈ സർവീസസിൽ കുറച്ച് സമയം അധികം കളഞ്ഞു. നല്ല വെയിലത്തേക്കാണ് പോകുന്നത്. അപ്പോൾ ഞങ്ങളൊരു ക്യാപ്പ് വേണമെന്ന് വിചാരിച്ചിട്ട് ക്യാപ്പ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കൊള്ളാം, അടിപൊളി എടുത്തു. നമ്മൾ ഈ ക്യാപ്പാണ് മേടിച്ചത്, 10 പൗണ്ടായി. ഞങ്ങൾ ആ തൊപ്പി മേടിച്ചു. കണ്ടോ, പ്രൈസ് ടാഗ് പോലും കളഞ്ഞിട്ടില്ല, മേടിച്ചോ ഫ്രീ കിട്ടിയതാണ്. അപ്പോൾ ആ തൊപ്പിയൊക്കെ മേടിച്ചിട്ട് ഞങ്ങൾ പയ്യനെ ഈ സർവീസസിനോട് വിട പറഞ്ഞ് ഞങ്ങളുടെ യാത്ര തുടരാൻ പോവുകയാണ്. ഇല്ല, ടാഗ് കളയത്തില്ല, ഞങ്ങൾ കാശ് എടുത്ത് മേടിച്ചല്ലേ. അങ്ങനെ നമ്മൾ സർവീസസിനോട് വിട പറയുകയാണ്. ഫുഡൊക്കെ കഴിച്ചു, കുറച്ചധികം സമയം നമ്മളിവിടെ സ്പെൻഡ് ചെയ്തു. ഇനി നമ്മൾ നമ്മുടെ വണ്ടിയിലേക്ക് തിരിച്ചു പോവുകയാണ്. ഇവിടെയാണ് പാർക്ക് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് ഇനിയും ഉണ്ട് ഒരു 1.5 മണിക്കൂറോളം യാത്ര ചെയ്യാൻ. അങ്ങനെ 3.5 മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം നമ്മൾ ലുൽവർത്ത് കോവിലെത്തി. ഇനി നമ്മൾ ഇവിടുന്ന് നമ്മൾ ഏതൊക്കെ സ്ഥലങ്ങളായിരിക്കും കാണുന്നത്? പിന്നെ ജുറാസിക് കോസ്റ്റ് ഇല്ലേ, അങ്ങനെ ഉണ്ട്. ഓക്കെ, ഏത് ഇവിടെ വരുന്നു. അപ്പോൾ ഞങ്ങൾ അടുത്ത കാഴ്ചകൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ഞങ്ങൾ എന്തായാലും ഇപ്പം ലുൽവർത്ത് കോവിലെത്തി. ലുൽവർത്ത് കോവിൽ നമ്മൾ എന്തായാലും എത്തിയിട്ടുണ്ട്. ഞാൻ ഇവിടുത്തെ വേറൊരു കാഴ്ച കാണിച്ചു തരാം. ഇതാണ് ഞങ്ങൾ പാർക്ക് ചെയ്തേക്കുന്ന അവിടെ നിന്നൊരു മേലോട്ട് ആ മലയിലേക്കുള്ള റോഡ് കണ്ടോ. എനിക്ക് തോന്നുന്നു അതായിരിക്കും ടാർട്ടിഡോറിലേക്ക് നടന്നു പോകാനുള്ള വഴി. നല്ല ഒന്നാന്തര കയറ്റാണത്. ഈ ലുൽവർത്ത് കോവിൽ വന്നിട്ട് ശേഷമുള്ളത് അവിടുത്തെ ഒരു കാടിന് നടുക്കുള്ള കുറച്ച് വീടുകളുണ്ടോ, അതുപോലെ ഒരു ചെറിയൊരു ടൗൺ സെൻറ്റർ ഏരിയ പോലെ. ഇവിടെ കുറേ ബിൽഡിങ്ങുകളൊക്കെ ഉണ്ട്. നമ്മുടെ കാറുകൾ പാർക്ക് ചെയ്തിരിക്കുന്ന സ്ഥലം ഇവിടെയാണ്. എന്തായാലും നല്ല തിരക്കുള്ള ദിവസമാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇവിടുത്തെ കാഴ്ചകൾ എന്താണെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് പയ്യനെ കാഴ്ചകളിലേക്ക് പോവാം. ഇത് ലുൽവർത്ത് കോവിൽ ഒരു ടൗൺ സെൻറ്റർ പോലെ, ഒരു സിറ്റി സെൻറ്ററൊക്കെ പോലെ കുറച്ച് വിസിറ്റേഴ്സ് സെൻറ്ററും ഷോപ്സൊക്കെ ഉള്ള സ്ഥലമാണ്. നല്ല രസമുണ്ട് കേട്ടോ ഇവിടെ കാണാനായിട്ട്. ആളുകളെല്ലാവരും ഭയങ്കര ചില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ മൊത്തം ഫിഷ് ആൻഡ് ചിപ്സിന് നല്ല സ്മെല്ലാണ്. ഒരുപാട് ഷോപ്സൊക്കെ ഉണ്ട്. എല്ലാവരും അവിടെ നിന്ന് ഫുഡൊക്കെ കഴിക്കുന്നുണ്ട്. പിന്നെ ഇതവിടെ ഒരു ഹോം മെയ്ഡ് ഐസ്ക്രീമിൻ്റെ ഷോപ്പുണ്ട്. നല്ല മനോഹരമായിട്ടുള്ള ബിൽഡിങ്, നല്ല ട്രഡീഷണൽ വേയിൽ പണിതിരിക്കുന്ന വീടുകളൊക്കെ ഉണ്ട്. നല്ല ഒരു മനോഹരമായിട്ടുള്ളൊരു ടൗൺ സെൻ്ററാണിത്. ഒരു ഗ്രാമം പോലെ തോന്നിപ്പിക്കുന്ന ഒരു സ്ഥലം. നല്ല ഭംഗിയാണ് കേട്ടോ ഈ സ്ഥലം കാണാൻ വേണ്ടിയിട്ട്. ആ ഹോം മെയ്ഡ് ഐസ്ക്രീം കിട്ടുന്ന ഷോപ്പാണിത്. ചെറിയ റെസ്റ്റോറൻറ്റുകൾ, ആളുകളെല്ലാവരും ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടുത്തെ വീടുകളൊക്കെ ഉണ്ടോ, എന്ത് രസമാണ് കാണാനായിട്ട്. നല്ല ഭംഗിയുള്ള റെസ്റ്റോറൻറ്റുകളും ഒക്കെയാണ്. നിറയെ പൂക്കളൊക്കെ ആയിട്ട് ഈ വഴി തന്നെ കാണാൻ ഭയങ്കര ഭംഗിയാണോ. എന്തായാലും ഇവിടം വരെ ഇത്രയും ട്രാവൽ ചെയ്ത് വന്നിട്ട് കാഴ്ച എന്തായാലും മോശമായിട്ടില്ല. നല്ല മനോഹരമായ കാഴ്ചയാണ് ഇവിടെ ഉള്ളത്. ഇവിടുത്തെ 2-3 വീടുകളുണ്ട്. ശരിക്കും ഇവിടുത്തെ ഒരു പഴയ വീടുകളിൽ നിന്ന് തോന്നിപ്പിക്കുന്ന ഒരു വീട് ഇവിടെ. അതിനോട് ചേർന്ന് ഇപ്പുറത്തും ഒരു വീടുണ്ട്. ആ ഒരു ബാക്ക്ഗ്രൗണ്ടിലും വേറെ കുറേ വീടുകൾ. ആളുകളെല്ലാം നടന്ന് ലുൽവർത്ത് കോവിലേക്ക് അത് കാണാൻ വേണ്ടിയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ വഴിയോരങ്ങൾ നിറയെ ഇങ്ങനെ ഒരുപാട് പുരാതനമായിട്ടുള്ള വീടുകൾ, മതിലുകളൊക്കെ ഉണ്ടോ. എന്തൊരു ഭംഗിയാണ് കാണാനായിട്ട്. നിറയെ പൂക്കൾ. അതിൻ്റെ അവിടെയായിട്ട് ഒരു ചെറിയൊരു അരുവി, ഈ കരിങ്കല്ല് കൊണ്ട് പണിതിരിക്കുന്ന മതിലുകൾ, അതിന് ബാക്കിലൊരു മെഡോസ്. ആ മെഡോസിലേക്ക് കുറേ ആളുകൾ ഇരിക്കുന്നുണ്ട്. മനോഹരം എന്നല്ലാതെ നമുക്കൊന്നും ഇതിനെപ്പറ്റി പറയാനില്ല. ആ റോഡ് ഇറങ്ങി പോകുമ്പോൾ അവിടെ കടൽ എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിറച്ചു ആൾക്കാർ. നല്ല രസമായിട്ടോ. അകലെ കാണുന്ന ആ ക്ലിഫിൻ്റെ ഒക്കെ മുകളിൽ ആളുകൾ കയറിയിട്ടുണ്ട്. നമുക്കതിൽ ആ മെഡോസിലേക്കൊക്കെ നമുക്ക് കയറി നടക്കാനൊക്കെ പറ്റും. ലുൽവർത്തിൽ നിന്ന് നമുക്ക് ടാർട്ടിഡോറിലേക്ക് ഒരു ബോട്ടിംഗ് ഉണ്ട്. 20 മിനിറ്റത്തെ ബോട്ടിംഗാണ്. നമുക്ക് ടാർട്ടിഡോറൊക്കെ കണ്ടിട്ട് തിരിച്ച് ബോട്ടിങ്ങിൽ വരാം. അവിടെ ഇറങ്ങാൻ പറ്റത്തില്ല. അവിടെ നമുക്ക് ഇവിടെ നമുക്ക് ടിക്കറ്റ് എടുത്തിട്ട് നമുക്ക് അങ്ങനെ ബോട്ടിങ് ചെയ്യാൻ പറ്റും. നമ്മളത് അങ്ങനെ പോയാലോ എന്നതിനെപ്പറ്റി ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആ പാർക്കിൽ നിന്ന് നടന്ന ഒരു 200 മീറ്റർ നടന്നിട്ടുണ്ടായിരിക്കും മാക്സിമം. അത്ര നടന്നു വരുമ്പോഴത്തേക്കും ഈ ലുൽവർത്ത് കോവിലെത്തും. ഒരു റൗണ്ട് ഷേപ്പിൽ കടൽ കയറി കിടക്കുന്ന ഒരു ഭാഗം, അതാണ് ഈ ലുൽവർത്ത് കോവ് എന്ന് പറയുന്നത്. നിറയെ ആളുകളാണ് അതിൻ്റെ ചുറ്റും
കുറേ ബോട്ടിംഗ് ഉണ്ട്, പിന്നെ ആളുകൾ കുറേ വന്ന് നിൽക്കുന്നുണ്ട്. പിന്നെ ഇവിടെ റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആളുകൾ വന്നിട്ട് ഫുഡ് കഴിക്കും, ബിയറൊക്കെ ആയിട്ട് നല്ല ചില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ 2 മലകൾ ചേർന്നിരിക്കുന്നുണ്ടോ, ഒരു ചെറിയ ഗ്യാപ്പ് ഇട്ടിട്ട് അവിടെ നിന്ന് ഇതേപോലെ ഒരു റൗണ്ടിൽ, കറക്റ്റ് റൗണ്ട് ഷേപ്പിൽ കടൽ കയറി കിടക്കുകയാണ്. അതിന് കടലിൻ്റെ തീരത്ത് നല്ല ചരൾ പോലത്തെ ഉരുളൻ കല്ലുകളാണ്. നൈസാണ് ആ സ്ഥലം കാണാനും അവിടെ പോയി ഇരിക്കാനൊക്കെ ആയിട്ട്. ഇതാണ് ലുൽവർത്ത് കോവ് എന്ന് പറയുന്നത്. ഇതുപോലത്തെ ചരളുകൾ, ഈ ഉരുളൻ കല്ലുകളാണ് ഇതിൻ്റെ തീരം മൊത്തം കിടക്കുന്നത്. ഒരു കടലിൻ്റെ വെള്ളം കയറി കിടക്കുകയാണെങ്കിലും നമുക്കൊരു ബീച്ചിൻ്റെ സൈഡ് പോലെ തന്നെ ഫീൽ ചെയ്യും. എന്നിട്ട് നമുക്കിവിടെ വന്നിങ്ങനെ റിലാക്സ് ചെയ്തിരിക്കാം. വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ഇറങ്ങും ചെയ്യാം. കുറേ ആളുകൾ അതിന് ദൂരെ നിന്ന് കുളിക്കുന്നൊക്കെ ഉണ്ട്. പക്ഷേ ആളുകളെല്ലാം ഇതിൻ്റെ സൈഡിൽ വന്നിരുന്നിട്ട് റെസ്റ്റ് ചെയ്യുന്നു. പിന്നെ കുറേ വാട്ടർ ആക്ടിവിറ്റീസൊക്കെ ചെയ്യുന്നുണ്ട്. നല്ല രസമാണ് കേട്ടോ. ഇതിൻ്റെ അടുത്ത് നമുക്ക് വന്ന് ഇരുന്ന് കഴിഞ്ഞാൽ ഒരു പ്രത്യേക വൈബാണ്. കൊള്ളാം. നമ്മൾ കുറച്ച് നല്ല ദൂരം യാത്ര ചെയ്ത് കുറച്ച് നടന്നൊക്കെയാണ് ഇവിടെ എത്തിയത്. എന്തായാലും അത് വർത്താണ്. നല്ല അടിപൊളി സ്ഥലം തന്നെയാണിത്. എങ്ങനെയുണ്ട് മക്കളെ, ഇഷ്ടപ്പെട്ടാ? ചാടിക്കോ. നമ്മൾ ബോട്ടിങ് വേണ്ടാന്ന് വെച്ചു. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബോട്ടിങ് ഇനി 1.25 മണിക്കൂർ കഴിഞ്ഞിട്ടുള്ളൂ. ഇവിടുന്ന് ബോട്ടിങ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ടർട്ടിഡോറിൽ പോയിട്ട് അതിൻ്റെ ഉള്ളിലൂടെയൊക്കെ അത് പോവുമായിരുന്നു. നല്ല രസമുള്ള ബോട്ടിങ് ആയേനെ. പക്ഷേ നമുക്ക് സമയം ഒരുപാട് പോകും. 1.25 മണിക്കൂർ. ഇന്ന് ബോട്ടിൻ്റെ എണ്ണം കുറവായിരിക്കുമല്ലോ. ഇന്ന് ഈ വീക്കെൻഡ് ആയതുകൊണ്ടൊക്കെ ആയിരിക്കും ഇത്രയും തിരക്ക്. അപ്പോൾ നമ്മൾ എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാറിന് ടർട്ടിഡോറിൽ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ജസ്റ്റ് കുറച്ച് നേരം ഇതേപോലെ ഇവിടെ ഇങ്ങനെ ചില്ല് ചെയ്തൊക്കെ ഇരുന്ന് കുറച്ച് കഴിഞ്ഞിട്ട് തിരിച്ചു പോകാമെന്ന് വിചാരിക്കുന്നു. കുറച്ച് നേരം നമ്മളിങ്ങനെ ബീച്ചിലൊക്കെ ഇരുന്നിട്ട് ഇനി നമ്മൾ ആ ക്ലിഫിൻ്റെ മുകളിലോട്ട് പോകാം എന്ന് വിചാരിച്ചു. ഇതിൻ്റെ സൈഡിലൂടെ ഒരു വഴിയുണ്ട്. അങ്ങനെ നമുക്ക് ഈ പൊക്കത്തേക്ക് കയറിയിട്ട് ആ ക്ലിഫിൻ്റെ അങ്ങോട്ടേക്ക് പോകാമെന്ന് വിചാരിക്കുന്നു. നമ്മൾ നേരത്തെ കണ്ട ആ അരുവി ഒഴുകി ഇങ്ങോട്ട് വരുന്നുണ്ട്. അതിനിടയിൽ 2 പേര് പോയി ഐസ്ക്രീം മേടിക്കാൻ വേണ്ടി പോയി. പെൺപിള്ളേർ 2 ഐസ്ക്രീം വേണമെന്ന് ചോദിച്ചപ്പോൾ അഞ്ജനയുടെ മുഖഭാവം കണ്ടോ? അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. അതെ, പുച്ഛം. ഇവർ 2 പേരും ഐസ്ക്രീം പോയി മേടിച്ചുകൊണ്ട് വന്നു. അഞ്ജനയ്ക്ക് വേണ്ടത്രേ. അഞ്ജന വാഴക്കൂമ്പ് തോരനെ കഴിക്കുള്ളൂ. രാവിലെ മക്ഡൊണാൾഡ്സിലെ ബ്രേക്ക്ഫാസ്റ്റിനെ പറ്റിയാണ് ഈ അപവാദം പറഞ്ഞു വരുത്തുന്നത്. മക്ഡൊണാൾഡ്സ് നമ്മൾ പാതി വഴി കയറി വന്നപ്പോൾ ഉള്ള ലുൽവർത്ത് കോവാണ് കാണുന്നത്. ഈ താഴെ കാണുന്ന വഴിയിലൂടെയാണ് നമ്മൾ കയറി വന്നത്. നല്ല വ്യൂ ആണ് കേട്ടോ. ആ സ്റ്റെപ്പ് കയറി വരുമ്പോൾ ഇവിടെ ഒരു മെഡോസാണ്. ആളുകളെല്ലാം അവിടെ ഇരുന്ന് ഫുഡൊക്കെ കൊണ്ടുവന്ന് കഴിക്കുന്നുണ്ട്. ഭയങ്കര കാറ്റുള്ള സ്ഥലം. നല്ല രസമുണ്ട് കേട്ടോ. എൻ്റെ മോള് വശം നടന്നു പോണ വഴിക്കുള്ള ചെടികളും പൂക്കളൊക്കെയാണ്. ക്ലിഫിൻ്റെ അവിടെ വന്നു കഴിയുമ്പോഴുള്ള മറ്റൊരു വ്യൂ. അവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. അതെന്താണെന്നൊന്ന് കയറി നോക്കാം. അവിടെ കയറി വരുമ്പോൾ ഒരു ക്ലിഫും കടലും. ഇപ്പോൾ നമ്മൾ ആ കടൽ കണ്ട സ്ഥലത്തു നിന്ന് ലുൽവർത്ത് കോവിലേക്കുള്ള വ്യൂ. ഇവിടെയുണ്ട് ഒരു വ്യൂ പോയിന്റ്. ഒരു ബോട്ട് വരുന്നുണ്ട്. ആ ബോട്ടിങ്ങാണ് നമ്മൾ എടുക്കാൻ പോയത്. നമുക്ക് കിട്ടാണ്ട് പോയൊരു ബോട്ടിങ്ങാണത്. അത് അങ്ങ് ദൂരെയാണ്. നമ്മൾ ആ ക്ലിഫിൻ്റെ ഏറ്റവും ടോപ്പിലെത്തി. അവിടെ നിന്നുള്ളൊരു വ്യൂ ആണിത്.
ആ താഴെ കാണുന്ന ടിക്കറ്റ് സെൻറ്ററിൽ നിന്ന് നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് ഇവിടുന്ന് ബോട്ടിൽ കയറിയിട്ടുണ്ടെങ്കിൽ ഇത് ആ ലുലുവർത്തിൻ്റെ ആ ഡോറ് വഴി ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഈ തീരത്തിലൂടെ ഇങ്ങനെ പോയി അങ്ങ് അറ്റത്ത് ചെന്നിട്ടുണ്ടെങ്കിൽ അവിടെയാണ് ഡാൽഡി ഡോറ്. അപ്പോൾ നമുക്ക് ആ ബോട്ടിങ് എടുക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ പോയി കണ്ടിട്ട് നമുക്ക് ഇവിടെ തന്നെ തിരിച്ചു വരാം. അതൊരു നല്ല വ്യൂ ആയിരിക്കും. അപ്പോൾ ഇവിടെ വരുന്നവർ ആ ബോട്ടിങ് എടുക്കാൻ ശ്രമിക്കുന്നത് നല്ലതായിരിക്കും. അങ്ങനെ ലുലുവർത്ത് കോവിലെ കറങ്ങി കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. അങ്ങനെ ലുലുവർത്തിലെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മൾ പയ്യനെ ഇവിടെ നിന്ന് ഡഡ്ഡോളിലേക്ക് പോവുകയാണ്. ആസ് യൂഷ്വൽ പുറത്തിറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് വിശപ്പിൻ്റെ സ്ഥിതിയുണ്ട്. അതുകൊണ്ട് ഈ ഫിഷ് ആൻഡ് ചിപ്സ് കഴിക്കാൻ വേണ്ടി വന്നേക്കാണ്. ഞങ്ങൾ രണ്ടുപേരും പുറത്തിരുത്തി അവർ ഫിഷ് ആൻഡ് ചിപ്സ് മേടിക്കാൻ പോയിക്കാണ്. ഈ കടയിൽ നിന്നാണ് നമ്മൾ മേടിക്കുന്നത്. ഇവർ പോയി ഫുഡ് ഓർഡർ ചെയ്ത് കൊടി നാട്ടിയിട്ടുണ്ട്. ഇനി ഞങ്ങൾ ഫുഡ് വരാൻ വേണ്ടി 25 മിനിറ്റ് വെയിറ്റ് ചെയ്യണം. ആ ഒരു വുഡൻ്റെ സ്പൂണാണത്. അത് അവിടെ വെച്ചിട്ടുണ്ട്. ഇനി ഫുഡ് വരുമ്പോൾ കഴിച്ചിട്ട് പോകാം. 20 മിനിറ്റോളം വെയിറ്റ് ചെയ്യണം ഫുഡ് വരാനായിട്ട്. നമ്മൾ ഓർഡർ ചെയ്ത ആദ്യത്തെ ഫിഷ് ആൻഡ് ചിപ്സ് വന്നിട്ടുണ്ട്. അടുത്ത ഫിഷ് ആൻഡ് ചിപ്സും പിന്നെന്താ ഓർഡർ ചെയ്തേക്കണം സാൻഡ്വിച്ചും. അടുത്ത ഫിഷ് ആൻഡ് ചിപ്സും സാൻഡ്വിച്ചും വന്നിട്ടുണ്ട്. ഇനി ഇതെങ്ങനെയെങ്കിലും പെട്ടെന്ന് കഴിച്ച് തീർക്കണം. അങ്ങനെ നമ്മൾ ഇവിടുന്ന് തിരിച്ചു പോവുകയാണ്. ലുലുവർത്ത് കേവിൽ നിന്ന് ഡഡ്ഡോളിലേക്ക് പോവുകയാണ്. നമ്മുടെ പുറകെ കാണുന്ന ഒരു വഴിയുണ്ട്. അതിലൂടെ നമുക്ക് ഒരു അരമണിക്കൂർ നടന്നു പോയിട്ടുണ്ടെങ്കിൽ ഡഡ്ഡോൾ എത്താൻ പറ്റും. പക്ഷെ നമ്മൾ അതിലൂടെ പോകുന്നില്ല. നമുക്ക് മടി, അണപ്പ്, അഹങ്കാരം തുടങ്ങിയ അസുഖങ്ങളുള്ളതുകൊണ്ട് നമ്മൾ എന്തായാലും ഈ കാറിൽ തന്നെ എടുത്തിട്ട് ഡഡ്ഡോളിൽ പോവുകയാണ്. ഇനി നമുക്ക് അവിടുത്തെ കാഴ്ചകൾ കാണാം. ലുലുവർത്ത് കോവിൽ നിന്ന് നമ്മളൊരു 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് ഡ്രൈവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡഡ്ഡോളിൽ എത്താൻ പറ്റും. നമ്മളിപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട്. വാക്കിംഗ് ആണെങ്കിൽ ഒരു 30 മിനിറ്റാണുള്ളത്. അതൊരു നൈസ് വാക്കിംഗ് ആണ്. പക്ഷെ നമ്മളത് എടുത്തില്ല. നമ്മൾ കാറിൽ തന്നെ ഇങ്ങോട്ട് പോരുകയാണ് ചെയ്തത്. ഇപ്പോൾ നമ്മൾ ഡഡ്ഡോളിൽ എത്തിയിട്ടുണ്ട്. നമുക്കിനി അവിടുത്തെ കാഴ്ചകളൊന്ന് കാണാം. ആ മുകളിൽ നിന്നാണ് നമ്മൾ നടന്നു വന്നത്. ഈ വഴിയിലൂടെ നടന്ന് താഴത്തേക്ക് ഇറങ്ങിയിട്ട് ആ തീരത്തേക്ക് ആ കടലിൻ്റെ സൈഡിലോട്ട് ചെന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഡഡ്ഡോളിൻ്റെ കാഴ്ചകൾ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല തിരക്കാട്ടോ. ഇഷ്ടംപോലെ ആളുകളുണ്ട്. ഒരുപാട് പേരുണ്ട് തിരിച്ച് കയറി വരുന്നത്. നമ്മൾ അങ്ങോട്ടേക്ക് പോകുമ്പോൾ ഒരുപാട് പേരാണ് ഇങ്ങോട്ടേക്ക് തിരിച്ച് കയറിക്കൊണ്ടിരിക്കുന്നത്. നല്ല കുത്തനുള്ളൊരു കയറ്റാണ്. കയറാനും ഇറങ്ങാനും നല്ല ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ നല്ല ഷൂ ഇട്ടുകൊണ്ട് വേണം വരാനായിട്ട്. നമ്മുടെ സാധാരണ സ്ലിപ്പറോ അല്ലെങ്കിൽ ഇപ്പോൾ സമ്മർ ആയതുകൊണ്ട് സാധാരണ ചപ്പലൊക്കെ ഇട്ടുകൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ ഭയങ്കര പാടായിരിക്കും ഇവിടെ ഇറങ്ങാനായിട്ട്. അത്യാവശ്യം നല്ല കുത്തനുള്ളൊരു ഇറക്കവും കയറ്റവും കയറിയാലാണ് നമുക്ക് പോയി വരാൻ പറ്റത്തുള്ളൂ. എന്ത് രസമാണ് നോക്കിയാൽ ബീച്ച് കാണാനായിട്ട്. സൂക്ഷിച്ച് ഡഡ്ഡോളിൻ്റെ മേളിൽ നിന്നുള്ളൊരു വ്യൂ ആണ്. നമ്മളതിൻ്റെ കുറച്ച് ഹൈറ്റിൽ നിന്നിട്ടാണ് വീഡിയോ എടുക്കുന്നത്. ഈ സ്റ്റെപ്പ് വഴി താഴേക്ക് ഇറങ്ങി പോയിട്ട് വേണം നമുക്ക് അതിൻ്റെ അടുത്തേക്ക് എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് നടക്കുവാണ്. ഇറങ്ങിപ്പോണ വഴിക്കും നല്ല തിരക്കാണ്. ആ ബീച്ചിൻ്റെ സൈഡിലേക്ക് നോക്കുക, ദൂരം ആളുകളാണ്
അവിടെ റിലാക്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നോക്കി. ആ സ്റ്റെപ്പുകൾ കുറച്ച് ഇറങ്ങിയിട്ട് വന്നിട്ടുള്ള ഒരു വ്യൂ ആണ് ഈ കാണുന്നത്. നമ്മൾ ബീച്ചിൽ ഇറങ്ങാനുള്ള ഡ്രസ്സും അതുപോലെ തന്നെ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വന്നിരുന്നത്. അപ്പോൾ ഇനി ബീച്ചിലേക്ക് ഇറങ്ങിയിട്ട് ഒരു ആർമാദിക്കൽ. കടലിൽ നമ്മൾ ഒരുപാട് നേരം ആർമാദിച്ചതിന് ശേഷം കരയ്ക്ക് കയറി എല്ലാവരും ചാണ അടക്കണ പോലെ ബെഡ്ഷീറ്റിൽ കിടക്കുവാണ്. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ വീഡിയോസ് നമ്മുടെ ചാനൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് പറയാനുള്ള നിർദ്ദേശങ്ങളെല്ലാം കമൻ്റായിട്ട് അറിയിക്കുക, ലൈക്ക് ചെയ്യുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.